ാണ് കണ്ടത്. പി സി ചാക്കോയെ ലക്ഷ്യമിട്ട് എ കെ ശശീന്ദ്രൻ പക്ഷം നീങ്ങുന്നു എന്നുള്ള വാർത്തകൾ. NCPയിൽ കൂടുതൽ കാര്യങ്ങൾ സംഭവിക്കുന്നു. കൂടുതൽ സംഭവവികാസങ്ങൾക്കുള്ള സാധ്യതയാണ് ഇനിയുള്ള സമയങ്ങളിൽ പ്രതീക്ഷിക്കേണ്ടത്. ശരത് പവാർ വിളിച്ചാൽ ഉറപ്പായും പോകും. ശരത് പവാർ ആവശ്യപ്പെട്ടാൽ മന്ത്രിസ്ഥാനം ഒഴിയാൻ തയ്യാറാണ് എ കെ ശശീന്ദ്രൻ. പക്ഷേ അവിടെ നിർണായകമായിട്ടുള്ളൊരു നിലപാടെടുക്കുന്നു എ കെ ശശീന്ദ്രൻ എന്നുള്ളതാണ്. മന്ത്രിസ്ഥാനത്തെ ചൊല്ലിയുള്ള NCPയിലെ തർക്കത്തിൽ സംസ്ഥാന അധ്യക്ഷൻ പി സി ചാക്കോയെ ലക്ഷ്യം വെക്കുകയാണ് എ കെ ശശീന്ദ്രൻ വിഭാഗം. ചാക്കോ ഇരട്ട പദവി വഹിക്കുന്നു എന്ന വാദമാണ് ശശീന്ദ്രൻ വിഭാഗം ഉന്നയിക്കുന്നത്. ശരത് പവാർ ആവശ്യപ്പെട്ടാൽ ശശീന്ദ്രൻ മന്ത്രിസ്ഥാനം ഒഴിയും. എന്നാൽ പകരം സംസ്ഥാന അധ്യക്ഷ പദവി ആവശ്യപ്പെടാനാണ് തീരുമാനം. ചാക്കോ ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് ആണെന്നും രണ്ട് പദവിയും ഒരേ സമയം വഹിക്കാൻ പാടില്ല എന്നുമാണ് എ കെ ശശീന്ദ്രൻ വിഭാഗത്തിന്റെ നിലപാട്. വി അരുൺ ചേർന്നു നമ്മോടൊപ്പം. അരുൺ, NCPയിൽ ഉടലെടുക്കുന്ന പ്രതിസന്ധി അത് ഒരുപക്ഷെ ഈ അടുത്ത കാലത്തുണ്ടാകുന്നതിൽ സമാനതകളില്ലാത്തതാകാം. കാരണം മന്ത്രിസ്ഥാനം നിലനിൽക്കെ ആ മന്ത്രി പദവി കയ്യിൽ നിന്ന് പോകുമോ എന്നുള്ള ഘട്ടത്തിലേക്ക് പോലും കാര്യങ്ങൾ എത്തുന്നുണ്ട്. ഇതിപ്പോൾ ഈ തീരുമാനം ആരുടെ കോർട്ടിലാണ്? ശരത് പവാർ പൂർണ്ണമായും അതിലൊരു നിലപാട് തീരുമാനത്തിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയുമോ? തീർച്ചയായിട്ടും NCPയിൽ ആര് മന്ത്രിയാകണമെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം സ്വാഭാവികമായി ഉണ്ടാകേണ്ടത് ദേശീയ അധ്യക്ഷൻ ശരത് പവാറിൽ നിന്നാണ്. NCP എല്ലാ തർക്കങ്ങൾക്കും അന്തിമ വാക്ക്, പ്രശ്നപരിഹാരം ശരത് പവാറിൽ തന്നെയാണ് എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ അത്ര എളുപ്പമല്ല NCPയിലെ പ്രശ്നങ്ങൾ. കാരണം 2.5 വർഷ കാലാവധി വീതം മന്ത്രിസ്ഥാനം പങ്കിട്ടെടുക്കാമെന്നൊരു ധാരണ NCPയിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ രണ്ടാം പിണറായി സർക്കാർ വരുമ്പോൾ എന്ന വാദമാണ് തോമസ് കെ തോമസ്, കുട്ടനാട് MLA മുന്നോട്ട് വയ്ക്കുന്നത്. 2 MLA-മാരാണ് NCPക്ക് ഉള്ളത്. അതിൽ 2.5 വർഷം വീതം പങ്കിട്ടെടുക്കാം. എന്നാൽ അത്തരമൊരു ധാരണയില്ല എന്ന നിലപാടാണ് എ കെ ശശീന്ദ്രൻ ഇപ്പോഴും സ്വീകരിക്കുന്നത്. കുറച്ചുകാലം മുമ്പ് വരെ സംസ്ഥാന അധ്യക്ഷൻ പി സി ചാക്കോയും ആ നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. പക്ഷേ ഇപ്പോൾ പി സി ചാക്കോ മറുകണ്ഠം ചാടിയിരിക്കുകയാണ്. ശശീന്ദ്രനൊപ്പം ഉറച്ചു നിന്ന ചാക്കോ ഇപ്പോൾ തോമസ് കെ തോമസിന് വേണ്ടി ശക്തമായി വാദിക്കുന്നു. അവിടെയാണ് നാളത്തെ ശരത് പവാറുമായുള്ള മുംബൈ നടക്കാൻ പോകുന്ന കൂടിക്കാഴ്ച പ്രസക്തമാകുന്നത്. സംസ്ഥാനത്ത് ഒരു മന്ത്രി NCPക്ക് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് കേരളത്തിൽ മാത്രമാണ്. മറ്റൊരു സംസ്ഥാനങ്ങളിലും ഇപ്പോൾ NCPക്ക് സംസ്ഥാന മന്ത്രിസഭകളിൽ അംഗത്വമില്ല. അങ്ങനെ വരുമ്പോൾ സംസ്ഥാനത്ത് ഇപ്പോഴുള്ള മന്ത്രിയെ മാറ്റിയാൽ പകരം മന്ത്രി ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകേണ്ട ബാധ്യത കൂടി NCPയുടെ സംസ്ഥാന അധ്യക്ഷൻ പി സി ചാക്കോയ്ക്കുണ്ട്. അതായത് ശശീന്ദ്രൻ പവാർ പറഞ്ഞാൽ മാറുമ്പോൾ 2 കാര്യങ്ങളാണ് ശശീന്ദ്രൻ പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത്. ഒന്ന്, മന്ത്രിസ്ഥാനം ഒഴിയേണ്ടി വന്നാൽ പാർട്ടി അധ്യക്ഷസ്ഥാനം തനിക്ക് നൽകണം എന്ന് ശശീന്ദ്രൻ ആവശ്യപ്പെടും. അതിന് കാരണം പി സി ചാക്കോ ഇപ്പോൾ NCPയുടെ സംസ്ഥാന അധ്യക്ഷൻ മാത്രമല്ല ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് കൂടിയാണ്. അതായത് 2 വർക്കിംഗ് പ്രസിഡന്റുമാരാണ് ദേശീയ തലത്തിൽ NCPക്കുള്ളത്. ഒന്ന് സുപ്രിയ സുരയാണ്, മറ്റൊന്ന് പി സി ചാക്കോയാണ്. പി സി ചാക്കോ സംസ്ഥാന പ്രസിഡന്റ് പദവിയും ദേശീയ പ്രസിഡന്റ് പദവിയും ഒരേ സമയം വഹിക്കുന്നയാളാണ്. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പും 2 ഉപതെരഞ്ഞെടുപ്പുകളും പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും കേരളത്തിലും മുഴുവൻ സമയ പ്രസിഡന്റ് വേണം. ഈ ആവശ്യമാണ് ഇപ്പോൾ ശശീന്ദ്രൻ വിഭാഗം മുന്നോട്ട് വയ്ക്കുന്നത്. അത് കൃത്യമായ ലക്ഷ്യത്തോടു കൂടിയാണ്. മന്ത്രിസ്ഥാനത്ത് മാറ്റണമെന്ന തോമസ് കെ തോമസിന്റെ ആവശ്യത്തിനൊപ്പമാണ് പവാറിന് മുന്നിലും പി സി ചാക്കോ നിൽക്കുകയെങ്കിൽ ഈ ഒരു വാദം അവർ മുന്നോട്ട് വയ്ക്കും. അങ്ങനെയെങ്കിൽ ശശീന്ദ്രൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരാൻ വഴിയൊരുങ്ങും. മന്ത്രിസ്ഥാനം മാറിയാലും പി സി ചാക്കോയ്ക്ക് മാറേണ്ടിയും വരും. അത്തരമൊരു തന്ത്രമാണിപ്പോൾ ശശീന്ദ്രൻ വിഭാഗം സ്വീകരിക്കുന്നത്. മറ്റൊന്ന്, ശശീന്ദ്രൻ പറയാൻ പോകുന്നത് ഇപ്പോൾ 3.5 വർഷം പിന്നിടുന്നു രണ്ടാം പിണറായി മന്ത്രിസഭ. ഇപ്പോൾ ഒരു മന്ത്രിസ്ഥാന മാറ്റം CPM ആഗ്രഹിക്കുന്നില്ല, മുഖ്യമന്ത്രി ആഗ്രഹിക്കുന്നില്ല. വീണ്ടും ഒരു മന്ത്രിയെ മാറ്റിക്കൊണ്ടുള്ള പരീക്ഷണങ്ങൾക്കും വകുപ്പ് മാറ്റങ്ങൾക്കും ഒന്നും CPM താല്പര്യപ്പെടുന്നില്ല. പക്ഷേ NCPയുടെ നേതൃത്വം ആവശ്യപ്പെട്ട ഒരു പക്ഷേ അതിന് വഴങ്ങേണ്ടി വരും, മുന്നണി മര്യാദയുടെ പേരിലും ബന്ധങ്ങളുടെ പേരിലുമൊക്കെ. അങ്ങനെ മാറിയാൽ പോലും ഇപ്പോഴുള്ള വനം ഉൾപ്പെടെയുള്ള സുപ്രധാന വകുപ്പുകൾ NCPക്ക് തന്നെ നൽകാൻ CPM തയ്യാറാകുമോ? അത്തരം ഒരു ഉറപ്പ് നേടിയെടുക്കാൻ അവിടെയാണ് ഒരു പ്രശ്നം. CPM-ന് എ കെ ശശീന്ദ്രനിൽ തന്നെ താല്പര്യം നിലനിൽക്കുക. ഇപ്പോൾ അരുൺ സൂചിപ്പിച്ചതുപോലെ മന്ത്രിസ്ഥാനം അത് ഇപ്പോൾ തോമസ് കെ തോമസിന് നൽകാൻ തയ്യാറാകുകയാണെന്ന് കരുതുക, മുന്നണി മര്യാദ പാലിച്ച്. പക്ഷേ അപ്പോഴും പ്രധാനപ്പെട്ട വകുപ്പുകൾ ലഭിക്കുമെന്നുള്ള ഉറപ്പ് NCPക്ക് ഇല്ലല്ലോ. ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുക്കണ്ടേ ശരത് പവാർ? തീർച്ചയായിട്ടും ഒരു മന്ത്രിസ്ഥാന മാറ്റം NCPക്കുള്ള മന്ത്രി തന്നെയാണ്. പക്ഷെ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും വകുപ്പുകളിലൊക്കെ CPM ഒന്ന് ഇടതുമുന്നണി ചർച്ച ചെയ്യണം. ഇടതുമുന്നണി ചർച്ച ചെയ്യുമ്പോൾ CPM അവരുടെ നിലപാട് അറിയിക്കണം. വകുപ്പുകളുടെ കാര്യത്തിൽ മുഖ്യമന്ത്രി തീരുമാനമെടുക്കണം. ഒരു പ്രശ്നം കൂടി CPM-നും ഇടതുമുന്നണിക്ക് മുമ്പിലുള്ളത്, അങ്ങനെ ഒരു മന്ത്രിസഭയിലേക്ക് ഒരു മാറ്റമൊക്കെ വരുത്താൻ വീണ്ടും തയ്യാറായാൽ
അവിടെ വലിയൊരു ക്ലെയിം സർക്കാർ CPI മുന്നിലുണ്ട്. അത് RJDയുടെയാണ്. ഒരു MLA എങ്കിലുമുള്ള എല്ലാ പാർട്ടികൾക്കും മന്ത്രിസ്ഥാനം നൽകിയിട്ടും നേരത്തെ ലോക് താന്ത്രിക് ജനതാദളായിരുന്ന ഇപ്പോഴത്തെ RJD KP മോഹനന് മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ട നേരത്തെയുള്ള നിലപാടല്ല, ഇപ്പോൾ കടുത്ത നിലപാട് തന്നെയാണ് RJD സ്വീകരിക്കുന്നത്. KP മോഹനെ മന്ത്രിയാക്കണം. അങ്ങനെ ഈ മന്ത്രിസഭയിൽ മാറ്റം വരുത്താൻ തയ്യാറായാൽ RJDയുടെ അവകാശവാദം വീണ്ടും ഉയർന്നു വരും. അതും CPM അസ്വസ്ഥമാക്കുന്നതാണ്. അതുകൊണ്ടുകൂടി വലിയ പ്രതിസന്ധികളുണ്ട് ഈ മന്ത്രിസ്ഥാന മാറ്റം സംബന്ധിച്ച്. PC ചാക്കോയും ശരത് പവാറും ഒക്കെ ആഗ്രഹിച്ചാൽ പോലും അത്ര എളുപ്പം ഒരു മന്ത്രിസ്ഥാന മാറ്റം സംസ്ഥാനത്ത് ഉണ്ടാകുമോ എന്ന് സംശയമാണ്. AK ശശീന്ദ്രൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഇങ്ങനെ ഒരു റിസ്ക് എടുത്തുകൊണ്ടുള്ള മന്ത്രിസ്ഥാന മാറ്റത്തിന് പവാർ നിർദ്ദേശിക്കില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം NCPയുടെ ദേശീയ നേതൃത്വം എത്ര സമ്മർദ്ദം ചെലുത്തിയാലും അത്ര പെട്ടെന്ന് CPM തീരുമാനമെടുക്കണമെന്നില്ല. അത് മുൻകാല അനുഭവം. അതായത് പാലയിൽ ജോസ് കെ മാണിക്ക് സീറ്റ് നൽകുന്നതിന് പകരം അവിടെ മാണി സി കാപ്പന് സീറ്റ് നൽകണമെന്ന് NCP ആവശ്യപ്പെട്ടപ്പോൾ അത് ദേശീയ നേതൃത്വമൊക്കെ ശക്തമായ ഇടപെടൽ സീതാറാം യെച്ചൂരി വഴിയൊക്കെ ശരത് പവാറൊക്കെ വലിയ ശ്രമങ്ങൾ നടത്തിയതാണ്. അന്നൊന്നും അത് CPMന് സംസ്ഥാന നേതൃത്വം ചെവിക്കൊണ്ടില്ല, അത് കേട്ടതായി ഭാവിച്ചില്ല. അവർ ആവശ്യം തള്ളിക്കളയുകയായിരുന്നു. അവിടെ ജോസ് കെ മാണിക്ക് തന്നെ സീറ്റ് നൽകുകയായിരുന്നു. അതുകൊണ്ട് ഇപ്പോഴും ഇത്തരം ഒരു സാഹചര്യം ഉണ്ടായാൽ NCP ദേശീയ നേതൃത്വം പറഞ്ഞതുകൊണ്ട് മാത്രം പ്രധാന വകുപ്പുകളും മന്ത്രിസ്ഥാനമൊക്കെ CPM നൽകുമെന്ന ഒരു ഉറപ്പും NCPയുടെ സംസ്ഥാന നേതാക്കൾക്കില്ല. അവിടെയാണ് ചാക്കോയെ പ്രതിസന്ധിയിലാക്കാൻ ശശീന്ദ്രൻ നീക്കമിടുന്നത്. അങ്ങനെ ഒരു ഉറപ്പ് ഒന്നാമത്തെ ഉറപ്പ് മന്ത്രിസ്ഥാനം ശശീന്ദ്രൻ മാറിയാൽ മന്ത്രിസ്ഥാനം NCPക്ക് തന്നെ നൽകും. ഒഴിവുവരുന്ന മന്ത്രിസ്ഥാനം NCP നൽകുമെന്ന ഉറപ്പ് വാങ്ങിയെടുക്കാൻ ചാക്കോയ്ക്കാകുമോ എന്ന ചോദ്യം ശശീന്ദ്രൻ മുന്നോട്ട് വയ്ക്കും. മറ്റൊന്ന്, അഥവാ മന്ത്രിസ്ഥാനം നൽകിയാലും വനം ഉൾപ്പെടെയുള്ള പ്രധാന വകുപ്പുകൾ നൽകാൻ മുഖ്യമന്ത്രി തയ്യാറാകുമോ എന്ന സംശയമുണ്ട്. ആ ഉറപ്പ് വാങ്ങിയെടുക്കാൻ PC ചാക്കോയ്ക്ക് കഴിയുമോ എന്ന ചോദ്യവും ശശീന്ദ്രൻ മുന്നോട്ട് വയ്ക്കും. ചുരുക്കത്തിൽ അങ്ങനെ വലിയ പ്രതിസന്ധികൾ PC ചാക്കോയ്ക്കും ശരത് പവാറിനും മുന്നിലുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അതാണ് ഇപ്പോൾ ശശീന്ദ്രൻ്റെ ഒരു തുറുപ്പ് ചീട്ട്, അദ്ദേഹത്തിൻ്റെ കച്ചിത്തുരുമ്പ്. മാത്രമല്ല മുഖ്യമന്ത്രി പിണറായി വിജയനുമായി വലിയ ബന്ധം പുലർത്തുന്ന നേതാവാണ് ശശീന്ദ്രൻ. ആദ്യ മന്ത്രിസഭയിൽ രാജിവെക്കേണ്ടി വന്നിട്ടും അത് തിരികെ എത്തിക്കാൻ മുഖ്യമന്ത്രി തന്നെ മുൻകൈയെടുത്തിരുന്നു. മാത്രമല്ല ശശീന്ദ്രൻ തുടരും പോലെ ഒരു ഇടതുപക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ച് തോമസ് കെ തോമസ് നിൽക്കുമോ? തോമസ് കെ തോമസിൻ്റെ നിയമസഭയിലെ ഇടപെടലുകളും പ്രസംഗങ്ങൾ പോലും മുഖ്യമന്ത്രിക്ക് പലപ്പോഴും അതൃപ്തി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അത്തരമൊരാളെ മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ പിണറായി വിജയൻ താല്പര്യപ്പെടുന്നില്ല. എങ്കിലും മുന്നണി വനിതയുടെ ഭാഗമായി NCP ആവശ്യപ്പെട്ട ഒരുപക്ഷെ മുഖ്യമന്ത്രിക്ക് ഇത് വഴങ്ങേണ്ടി വന്നേക്കും. അപ്പോഴും വകുപ്പുകളുടെ കാര്യത്തിൽ ഈ ഒരു ഉറപ്പ് നൽകാൻ NCPയുടെ സംസ്ഥാന നേതൃത്വത്തിന് കഴിയില്ല. അവിടെയാണ് PC ചാക്കോ സമ്മർദ്ദരാകുന്നത്. ഈ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞ ഒരുപക്ഷെ ശരത് പവാർ മന്ത്രിസ്ഥാന മാറ്റം അംഗീകരിച്ചേക്കും. അപ്പോഴാകും അടുത്ത ആവശ്യം ശശീന്ദ്രൻ ഉന്നയിക്കാൻ പോകുന്നത്. അത് ഇരട്ട പദവി തുടരുന്ന ചാക്കോ മാറണം, മന്ത്രിസ്ഥാനം ഒഴിഞ്ഞാൽ തനിക്ക് പകരം അധ്യക്ഷസ്ഥാനം നൽകണം. ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് സംസ്ഥാനത്ത് തുടരുന്നത് ശരിയല്ല. അത് NCPയുടെ ഭരണഘടന പ്രകാരം ഇരട്ട പദവി ഉള്ളതല്ല, അംഗീകരിക്കാൻ കഴിയുന്നില്ല. മാത്രമല്ല സംസ്ഥാനത്ത് ദേശീയ തലത്തിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾ, രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ ഒരു മുഴുവൻ സമയ പ്രസിഡന്റ് ഇവിടെ വേണം. വർക്കിംഗ് പ്രസിഡന്റ് ഡൽഹി കേന്ദ്രീകരിച്ച് ആ ചുമതല നിർവഹിക്കാൻ കഴിയുന്നയാളുമാകണം. അങ്ങനെ ഒരു ചെക്ക് വയ്ക്കുകയാണ് ശശീന്ദ്രൻ ഇപ്പോൾ PC ചാക്കോയ്ക്ക് മുമ്പിൽ. അതാണ് NCPയിലെ ഏറ്റവും പുതിയ ഡെവലപ്മെൻറ്റ്. ഇപ്പോൾ ബ്ലോക്ക് പ്രസിഡന്റുമാരുടെ കൺവെൻഷൻ കൊച്ചിയിൽ ചേരുകയാണ്. അവിടെയും ഈ മന്ത്രിസ്ഥാന മാറ്റം ചർച്ചയായി ഉയർത്തിക്കൊണ്ടുവരും തോമസ് കെ തോമസ് വിഭാഗം, PC ചാക്കോ വിഭാഗം. ഇപ്പോൾ NCPയിലെ ഒരു പാർട്ടിയുടെ ഒരു ബലാബലം നോക്കുമ്പോൾ ജില്ലാ പ്രസിഡന്റുമാരുടെ കാര്യത്തിൽ വലിയ ഭൂരിപക്ഷം PC ചാക്കോയ്ക്കുണ്ട്. ഭാരവാഹികളുടെ ഇപ്പോൾ AK ശശീന്ദ്രൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. AK ശശീന്ദ്രൻ പ്രതികരണം കൂടി നമുക്ക് കേൾക്കാം. AK ശശീന്ദ്രൻ മാധ്യമങ്ങളെ കാണുന്നു. ചിലപ്പോൾ അദ്ദേഹം പ്രസിഡന്റിനോട് പറഞ്ഞോന്ന് എനിക്കറിയില്ല. ഏതായാലും അങ്ങനെ ഒരു ഇപ്പൊ അങ്ങനെ ഒരു തർക്കം നമ്മൾ തമ്മിലില്ല. എന്നെനിക്ക് തോന്നുന്നില്ല. പാർട്ടിയുടെ ദേശീയ പ്രസിഡന്റ് ദേശീയ തലത്തിലുള്ള നേതൃയോഗം കൂടുമ്പോൾ അതിന്റെ അദ്ദേഹം എന്തൊക്കെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ എങ്ങനെ പറയാം? അല്ല അത് പാർട്ടി പ്രസിഡന്റ് നോക്കൂ. അത് നോക്കേണ്ട ആള് ഞാനല്ല. അത്തരത്തിലൊരു കരാറുണ്ടായിരുന്നു സാർ 2 വർഷം. പക്ഷെ ഞാൻ പറയാം, എനിക്കറിയില്ല അങ്ങനെ ഒരു വിഷയം സംബന്ധിച്ച് എനിക്ക് യാതൊരു വിവരമില്ല. അങ്ങനെ ഒരു കരാറുണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ 2 വർഷം. എനിക്കൊരു വിഷയം അറിയില്ല. അല്ല, പാർട്ടിക്ക് ഗുണകരമായ തീരുമാനമേ പാർട്ടി എടുക്കുള്ളൂ. പാർട്ടിക്ക് ദോഷം വരുത്തുന്ന ഏത് തീരുമാനം പാർട്ടി എടുക്കുക? അങ്ങനെ ഏതെങ്കിലും ഒരു പാർട്ടി ഉണ്ടാകും. പാർട്ടിക്ക് ദോഷം വരും എന്നൊരു തീരുമാനം ഞങ്ങൾ എടുത്തു വന്നിട്ട് സന്തോഷിക്കുമോ പാർട്ടി? ഒരു രണ്ടഭിപ്രായമില്ല. അപ്പൊ അത് എനിക്കങ്ങനെ ഒരു എന്തെങ്കിലും താല്പര്യം ഞാൻ എന്റെ പാർട്ടി പ്രസിഡന്റിനോട് പറയും. പാർട്ടി പ്രസിഡന്റ് ഞാനോ? എനിക്കറിയില്ല.
ഈ MLA മുഖ്യമന്ത്രിയെ കാണുക എന്നൊക്കെ പറയുന്നത് ചാക്കോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നു ഉണ്ടെന്നോ ഇല്ലെന്നോ പറയുന്നില്ലെന്ന്. ഒരു പ്രശ്നമില്ലെങ്കിൽ ഒരു ആശയക്കുഴപ്പമില്ലെങ്കിൽ ഒരു തീരുമാനം പറയുന്നു. ഇതിപ്പം നിങ്ങൾ ഈ പറഞ്ഞ എല്ലാ ആശയക്കുഴപ്പമാണല്ലോ. ചോദിച്ചില്ല. അല്ലല്ല, ഞാൻ ആദ്യം നിങ്ങൾ ഈ ചോദിച്ചാൽ ഒന്നുമില്ല. പിന്നെ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ നിങ്ങളല്ലേ ചോദിക്കുന്നത്? അതെങ്ങനെ 5 വർഷം ഞാൻ ജീവിച്ചിരിക്കുമെന്ന് എങ്ങനെയാ പറയാ? അതൊക്കെ ഹൈപ്പത്തറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്. അത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ എനിക്കറിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയിൽ അനാരോഗ്യകരമായ ഒരു ചർച്ചയും നടക്കുന്നില്ല. ആരോഗ്യകരമായി ഇപ്പം നമ്മൾ ചർച്ച നടത്തുന്ന വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ എങ്ങനെയാണ് അഭിമുഖീകരിക്കേണ്ടത്, അത് പാർട്ടി ഓരോ പഞ്ചായത്തിനും എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് പാർട്ടിയുടെ 140 അസംബ്ലി മണ്ഡലങ്ങളിലെ പ്രസിഡന്റുമാരുടെ യോഗമാണ്. ആ യോഗത്തിൽ അതാണ് ആ അജണ്ടയെ വെച്ചിട്ടാണ് ഇന്ന് യോഗം വിളിച്ചിരിക്കുന്നത്. പാർട്ടി ചർച്ച നടന്നില്ലെങ്കിൽ പാർട്ടി ചിഹ്നത്തിൽ ജയിച്ച ഒരു MLA എങ്ങനെയാണ് മുഖ്യമന്ത്രിയെ കണ്ട് താനാണ് അടുത്ത മന്ത്രി എന്ന് പറയുക എന്ന് പറഞ്ഞതായിട്ട് ആര് പറഞ്ഞു? അദ്ദേഹം തന്നെ ആവർത്തിച്ച് മുഖ്യമന്ത്രിയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അദ്ദേഹം തന്നെ ആവർത്തിച്ച് പറയുന്നു. മുഖ്യമന്ത്രിയല്ല, നിങ്ങളുടെ MLA തന്നെ ആവർത്തിച്ച് പറയുന്നു. ഇന്ന് രാവിലെ കൂടി അദ്ദേഹം പറഞ്ഞത് ഞാൻ നിങ്ങൾ ടെസ്റ്റ് ചെയ്തില്ലേ? മുഖ്യമന്ത്രിയോട് പറഞ്ഞു എന്ന് ആദ്യം പറഞ്ഞിട്ട് ഇപ്പൊ ഇങ്ങനെ മാറ്റി പറയാം. നമ്മൾ ഈ സാങ്കല്പിക ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഉത്തരം കിട്ടുമെന്ന് ദയവായി ധരിക്കണ്ട. കാരണം ഞങ്ങളുടെ പാർട്ടിയിൽ പല വിഷയങ്ങളും എല്ലാ പാർട്ടികളിലും ഉള്ളതുപോലെ പല വിഷയങ്ങളും തുറന്ന് ചർച്ച ചെയ്യും. ആ തുറന്ന് ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഏതാണോ പാർട്ടിക്കും മുന്നണിക്കും ഗുണകരമായിട്ടുള്ളത് ആ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്ന പാരമ്പര്യമാണ് 1980 മുതൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ഞങ്ങൾ സ്വീകരിച്ചു പോന്നിട്ടുള്ള നിലപാട്. ആ നിലപാടിൽ മാറ്റം വരുത്തേണ്ട ഒരു സാഹചര്യവും പാർട്ടിക്കുള്ളിലോ പുറത്തോ ഇല്ല. അല്ല, ഇന്നത്തെ യോഗം ഞാൻ പറഞ്ഞല്ലോ, ഇന്നത്തെ യോഗം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ചർച്ച ചെയ്യാനുള്ള യോഗമാണ്. മന്ത്രിസ്ഥാനം മാറുകയാണെങ്കിൽ താങ്കൾ MLA സ്ഥാനവും ഒഴിയുന്ന പാർട്ടിക്കുള്ളിൽ പറഞ്ഞതായിട്ടൊരു ഇത് കേൾക്കും. അതെല്ലാം തെറ്റായ വാർത്ത. കരാറുണ്ടോ? അല്ല, എന്തിനാ ഇപ്പൊ നിങ്ങളോടത് പറയുന്നത്? എന്നോട് പാർട്ടി ചോദിച്ചാൽ പാർട്ടിയോട് ഉത്തരം പറയേണ്ട കാര്യം മാധ്യമങ്ങളോട് പറയാം. കരാറുണ്ടോ സാർ? 2.5 വർഷത്തിന്റെ ഒരു കരാറുണ്ടോ? അല്ല, കരാറുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. എനിക്കറിയാത്ത കാര്യവും മന്ത്രിസ്ഥാനത്ത് നിന്ന് ഒഴിയും. അല്ല, പാർട്ടി പറഞ്ഞാൽ എന്ത് വേണമെങ്കിലും ചെയ്യേണ്ടി വരില്ലേ? അതൊന്നൊരു ചോദ്യമാണ്. പാർട്ടി തീരുമാനത്തിന് വിധേയമായി, പക്ഷെ പാർട്ടി ഒരു തീരുമാനം എടുക്കുമ്പം എല്ലാ വശങ്ങളും ആലോചിച്ച് ആയിരിക്കും. എനിക്ക് പിടിയേ ഇല്ല, എന്നിട്ടല്ലേ പിന്നെ വാശി. ഞാൻ പറയില്ല, ഞങ്ങളുടെ പാർട്ടിയിൽ ഇപ്പം നടക്കുന്ന ചർച്ച വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് കുറച്ചധികം അംഗങ്ങളെ ഉണ്ടാക്കണം. ആ അംഗങ്ങളെ ഉണ്ടാക്കാൻ പാർട്ടി യന്ത്രം എങ്ങനെ മെച്ചപ്പെടുത്താമെന്ന ചർച്ച മാത്രമേ കഴിഞ്ഞ 3 മാസമായി നടക്കുന്നുള്ളൂ. ഇന്ന് മാത്രമല്ല, അത് വിവിധ തലങ്ങളിലാണ്. ഒന്ന്, മേഖലാടിസ്ഥാനത്തിൽ ജില്ലാ കമ്മിറ്റിയുടെ ഭാരവാഹികളുടെ യോഗം കൂടി. 2, സംസ്ഥാന എക്സിക്യൂട്ടീവ് കൂടി. 3, ഇന്ന് ബ്ലോക്ക് പ്രസിഡന്റുമാരുടെ യോഗം കൂടുന്നു. ഇനി അടുത്ത ദിവസം തന്നെ മണ്ഡല എന്ന് പറഞ്ഞ പഞ്ചായത്ത് അടിസ്ഥാനത്തിലുള്ള പാർട്ടിയുടെ പ്രസിഡന്റുമാരുടെ എന്ന് പറഞ്ഞ ഏതാണ്ട് 1000-ഓളം ആളുകൾ വരും. അവരുടെ യോഗം ഇനി പെട്ടെന്ന് ഇന്ന് തീരുമാനിക്കും. അടുത്ത യോഗം എന്നാണ് ആ യോഗം തീരുമാനിക്കും. അല്ലാതെ ഞങ്ങളുടെ തലയിൽ വേറെയൊന്നുമില്ല. അപ്പൊ ഇല്ലാത്ത വിളിപ്പിച്ചതല്ല, മീറ്റിംഗിന് ക്ഷണിച്ചതാണ്. മീറ്റിംഗ് ഉണ്ടെന്നാ ഞാൻ അറിഞ്ഞത്. മീറ്റിംഗിൽ വിളിച്ചാൽ അദ്ദേഹം വരും, ഞാനും പോകും. തോമസ് മന്ത്രിസ്ഥാനത്തിന് യോഗ്യനാണെന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? അദ്ദേഹമല്ല, NCPയിലെ എല്ലാ പ്രവർത്തകന്മാരും നേതാക്കന്മാരും ഏത് പദവി സഹിക്കാനും അർഹതയുള്ളവരാണ്. അതിന് മാത്രം ശേഷിയും അനുഭവസമ്പത്തുള്ളവരാണ്. അങ്ങനെയുള്ള പാർട്ടി പ്രവർത്തകർ. കാരണം 10, 40, 45 കൊല്ലം വളരെ ചെറിയ, താരതമ്യേന ചെറിയ പാർട്ടിയായിട്ടും ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിച്ചിട്ടുള്ള പ്രവർത്തകന്മാരാണ്. അവർക്ക് പാർട്ടിക്ക് പോറലില്ലാതെ പ്രവർത്തിക്കാനുള്ള എല്ലാ അനുഭവ സമ്പത്തുള്ളവരാണ്. എല്ലാവരും യോഗ്യരാണ്. അല്ല, മന്ത്രിസ്ഥാനം ചർച്ച ചെയ്യുമ്പോഴല്ലേ ആ വിഷയം വരുന്നത്. ഞങ്ങളെ പാർട്ടിയിൽ ഏത് സ്ഥാനത്ത് വഹിക്കാനും അർഹരായ ആളുകളായുള്ളത്. അദ്ദേഹത്തിന് വേണ്ടി എന്നല്ല, അങ്ങനെ തന്നെ പാർട്ടിയുടെ തീരുമാനമല്ലേ. അദ്ദേഹത്തിന് വേണ്ടി അല്ലെങ്കിൽ എനിക്ക് വേണ്ടി. ഇതെന്താ വ്യക്തിനിഷ്ഠമാണോ? ഞങ്ങളെ ആരെങ്കിലും വീട്ടിൽ നിന്ന് കൊണ്ടുവന്നെയാണോ ഇത്? ഒരു അഭിപ്രായ വ്യത്യാസം ചോദിക്കും. പാർട്ടിയിൽ തന്നെ പാർട്ടിയിലെ പ്രവർത്തകരും അതായത് പാർട്ടിയുടെ ജില്ലാ നേതൃത്വവും പല ആളുകളും ഞങ്ങളോട് പറയുന്നു ഇതൊക്കെ ഉറപ്പിച്ചു കഴിഞ്ഞു, കാര്യങ്ങളൊക്കെ ഉറപ്പിച്ചു കഴിഞ്ഞു, മിനിസ്റ്ററും. ഏതാ എനിക്കറിയില്ല. അത്ര എനിക്കറിയാൻ പറ്റും. AK ശശീന്ദ്രൻ പ്രതികരിക്കുകയായിരുന്നു. ഇത്തരത്തിലുള്ള യാതൊരു കാര്യവും ഇല്ല എന്നുള്ളതാണ് AK ശശീന്ദ്രൻ പറയുന്നത്. VV അരുൺ തുടരുന്നുണ്ട്. അരുൺ, ആദ്യം എല്ലാവർക്കും ഉണ്ടാവുന്നൊരു സംശയം, ഈ PC ചാക്കോ ഒരു ഔദ്യോഗിക
ഔദ്യോഗിക പക്ഷമെന്ന് വിശേഷിപ്പിച്ചിരുന്നത് അത് PC ചാക്കോയും AK ശശീന്ദ്രനും ചേർന്നാണ്. ഈ തോമസ് കെ തോമസുമായി വലിയ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കെ അങ്ങനെ കൂടുതൽ NCPയിലെ പൊട്ടിത്തെറികളൊക്കെ വലിയ തോതിൽ ചർച്ചയുമായതാണ്. എപ്പോൾ മുതലാണ് PC ചാക്കോ ഈ തോമസ് കെ തോമസിന് വേണ്ടി വാദിക്കാൻ തുടങ്ങിയത് എന്നുള്ളതാണ് സംശയം. വളരെ അടുത്താണ് അത്തരം ഒരു ഡെവലപ്മെന്റ് NCPയിൽ ഉണ്ടായത്. PC ചാക്കോയും തോമസ് കെ തോമസും വിരുദ്ധ ധ്രുവങ്ങളിൽ തന്നെയായിരുന്നു അടുത്തുവരെയും ഉണ്ടായിരുന്നത്. AK ശശീന്ദ്രനൊപ്പം പാർട്ടിയും എന്ന ഒരു ധാരണയിൽ തന്നെ മുന്നോട്ട് പോവുകയായിരുന്നു PC ചാക്കോ AK ശശീന്ദ്രൻ കൂട്ടുകെട്ട്. പക്ഷേ അതിൽ പൊടുന്നനെയാണ് ഒരു മാറ്റം ഉണ്ടായത്. അതാണ് ഇപ്പോൾ NCPയിലെ പ്രതിസന്ധി കാരണം. അല്ലെങ്കിൽ സ്വാഭാവികമായും ഒരുപക്ഷേ തോമസ് കെ തോമസ് പാർട്ടി വിട്ടു പോകുമ്പോൾ അതിർത്ത് ചർച്ചകളൊക്കെ ഒരു ഘട്ടത്തിൽ ഉയർന്നു വന്നതുമാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അല്പസമയം മുമ്പ് AK ശശീന്ദ്രൻ പറഞ്ഞൊരു കാര്യമാണ്. കഴിഞ്ഞ 5 പതിറ്റാണ്ടായി 50 വർഷത്തിലേറെയായി ഇടതുപക്ഷത്ത് ഉറച്ചു നിൽക്കുന്ന പാർട്ടിയാണ് NCP, അല്ലെങ്കിൽ ആ നിലപാട് എടുക്കുന്നയാളാണ് താൻ എന്ന് പറയുമ്പോൾ NCP എന്ന് മാത്രമല്ല, നേരത്തെ കോൺഗ്രസ് എസിലായിരുന്നപ്പോഴായാലും കോൺഗ്രസ് വിട്ട ശേഷം അദ്ദേഹം കൃത്യമായി ഇടതുപക്ഷത്ത് ഉറച്ചു നേതാവ് തന്നെയാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആയുധവും അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആത്മവിശ്വാസവും. അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ആയുധമാക്കി തന്നെയാണ് ശശീന്ദ്രൻ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ NCPയിലെ പ്രതിസന്ധി വരുമ്പോൾ മുന്നണിയിൽ മുന്നോട്ട് പോയിരുന്നത്. അതായത് അങ്ങനെ ഇടതുപക്ഷത്ത് ഉറച്ചു നിൽക്കുമെന്ന് ഉറപ്പുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് താൻ തന്നെയാണ്. PC ചാക്കോ കോൺഗ്രസിൽ നിന്ന് സമീപകാലത്ത് NCPയിലേക്ക് വന്നയാളാണ്. ഇപ്പോഴും ചാക്കോയുടെ പല പ്രസ്താവനകളും UDF അനുകൂലമാണ്. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവി